അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലുള്ള ആദരണീയനായ അധ്യക്ഷൻ ബഹുമാന്യനായ പണ്ഡിതൻ അബ്ദുൽ ജബ്ബാർ മദീനി, മറ്റു സഹപ്രവർത്തകരെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഓൺലൈനിലൂടെ ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അത്യപാരമായ അനുഗ്രഹത്താൽ ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെയും അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സദസ്സിന് സാക്ഷികളാകാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു ഇത് നമ്മിൽ നിന്ന് സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ നിങ്ങളിതിരുന്ന് കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഇത് നീട്ടിക്കൊണ്ടു പോകുന്നത് പലർക്കും വിഷമമുണ്ടാവും. അതുകൊണ്ട് അധികം ഞാൻ സംസാരിക്കുന്നില്ല. പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യമായി എൻ്റെ ഒരു സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. നമ്മുടെ ഈ AR നഗർ മണ്ഡലം സംഘടിപ്പിച്ച ഈ ഒരു പഠന ക്യാമ്പ് എന്തുകൊണ്ടും മറ്റു മണ്ഡലങ്ങൾക്കൊക്കെ മാതൃകയാകാവുന്ന രീതിയിലുള്ള വളരെ അച്ചടക്കത്തോടു കൂടി വളരെ വൈജ്ഞാനികമായ രീതിയിൽ ഇത് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് ഒരു ചെറിയ കാര്യമല്ല. ഞാനിന്നിങ്ങോട്ട് പോരുന്ന സമയത്ത് ഈ പ്രോഗ്രാമിനാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചത് അത് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പരിപാടിയാണോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അതല്ല, അവിടെ ഒരു മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പരിപാടിയാണ്, AR നഗർ മണ്ഡലം കമ്മിറ്റിയാണ്. അപ്പോൾ പറഞ്ഞു എന്നാൽ ആ AR നഗരെ സമ്മതിക്കണമല്ലോ, നമ്മളെ വിസ്റ്റത്തിൻ്റെ മിക്കവാറും എല്ലാ പണ്ഡിതന്മാരും ആ നോട്ടീസിലുണ്ട്. ഇത്രയും ആൾക്കാരെ ഒരുമിപ്പിച്ച് കൂട്ടിയൊരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ അവരെ കഴിവ് അപാരം തന്നെയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഇങ്ങനെ ആലോചിച്ചു, ഇന്നെ കൊണ്ട് ഇപ്പോൾ ഇത് കഴിയൂല. നമ്മളെ ഇത്രയും ആൾക്കാർ ഒരു പരിപാടി നമ്മളെ സ്റ്റേറ്റ് കമ്മിറ്റി സംഘടിപ്പിക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ സമയത്ത് ശ്രമകരമാണ്. കാരണം അത്രമേൽ നമ്മുടെ പ്രോഗ്രാം ടൈറ്റാണ്. ഓരോ ദിവസവും മണിക്കൂറുകൾ കീറി മുറിച്ചുകൊണ്ടാണ് നമ്മുടെ പരിപാടികളായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനിടയിൽ ഒരു ഞായറാഴ്ച ദിവസം ഇങ്ങനെയുള്ള ഒരു ഒഴിവ് ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ നമ്മളെ എല്ലാ പണ്ഡിതന്മാരെയും കൊണ്ടുവരാനും ഇങ്ങനെ ഒരു പരിപാടി വെക്കാനും കഴിഞ്ഞു എന്നുള്ളത് നിങ്ങളുടെ ഒരു നല്ല സംഘാടന മിടുക്ക് തന്നെയാണ്. അള്ളാഹു ഇത് സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ എനിക്കൊറ്റ കാര്യം പറയാനുള്ളൂ. നമുക്കറിയാം, സാധാരണ കാറ്റടിക്കുന്ന സമയത്ത് ആ കാറ്റിൽ പറന്നു പോകാതിരിക്കാൻ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കും, അതിശക്തമായ കാറ്റടിച്ചാൽ. അതുപോലെ വെള്ളത്തിൽ ഒഴുക്കിൽപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒഴുക്കിൽ ഒഴുകിപ്പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ എവിടെയെങ്കിലും വല്ല വേരിലോ കുറ്റിയിലോ എവിടെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കും. ഇങ്ങനെ പിടിച്ചു നിൽക്കാത്ത ആളുകൾ ആ ഒഴുക്കിൽപ്പെട്ട് അവർ അപകടത്തിലേക്ക് പോകും. യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സമകാലിക സമൂഹം ഇതുപോലെയുള്ള ഒരുപാട് കാറ്റിലും കോളിലും പെട്ട് ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ആ കാറ്റ് പല രീതിയിലുള്ള കാറ്റാണ്, ആ ഒഴുക്ക് പല രീതിയിലുള്ള ഒഴുക്കാണ്. അത് ഞാൻ വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്കറിയാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ലിബറലിസത്തിൻ്റെ ഒഴുക്ക് തന്നെയാണ്. സ്വതന്ത്രവാദം ഇന്ന് നമ്മുടെ പല കുട്ടികളിലേക്കും തലമുറകളിലേക്കും വലിയ തോതിൽ കടന്നു വരുന്ന അതിദയനീയമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് പോയാൽ അല്ലെങ്കിൽ കോളേജിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ തിരിച്ചു വരുന്ന സമയം ഒരു 5 മണി സമയമാണ് എങ്കിൽ ആ 5 മണിക്ക് അവർ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ മാതാപിതാക്കൾക്കൊരു സമാധാനമായി, കുട്ടി തിരിച്ചു വന്നു എന്നൊരു സമാധാനമാണ്. 5 മണി കഴിഞ്ഞിട്ടും എത്തിയിട്ടില്ല എങ്കിൽ അവൻ അവിടെ എവിടെയെങ്കിലും അങ്ങാടിയിലുണ്ടോ, റോട്ടിലുണ്ടോ, ആരുമായിട്ടെങ്കിലും കൂട്ടുകൂടി നിൽക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ആശങ്കകൾ പൊതുവെ നമുക്കുണ്ടാവും. എന്നാൽ അവർ വീട്ടിലെത്തിയ സമാധാനമായി.
പക്ഷേ ഈ കാലഘട്ടം എന്ന് പറയുന്നത് വീട്ടിലെത്തിയാലും സമാധാനമില്ലാത്തൊരു കാലമാണ്. കാരണം വീടുകൾക്കുള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ഓരോരുത്തരും അവരവരുടെ ലോകത്ത് വിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാര്യ എന്താണ് കാണുന്നത്, ഭർത്താവ് എന്താണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കുട്ടികൾ ഏതൊക്കെ സൈറ്റിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, അവരാരോടൊക്കെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ആർക്കും ഒരു എത്തും പിടിയും കിട്ടാത്ത ഒരു സന്ദർഭം നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ കാലത്ത് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ആശങ്ക അവരുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നത് സത്യമാണ്. അതുകൊണ്ട് ഇവിടെ വന്ന രക്ഷിതാക്കളോടും ഉമ്മമാരോടും അതോടൊപ്പം തന്നെ അവരുടെ മക്കളോടുമൊക്കെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നാട്ടിൽ കാണുന്നതിൻ്റെ പിന്നാലെ ഒഴുകേണ്ടവരല്ല നമ്മൾ. നാട്ടിൽ കാണുന്നതിനോടൊപ്പം ഒഴുകിയാൽ നമ്മൾ എത്തുന്നത് നരകത്തിലായിരിക്കും. വകുന്നാ നഹൂദു മഅൽ ഖായിലീൻ എന്ന് പറഞ്ഞല്ലോ. നരകത്തിൽ കിടക്കുന്ന ആളുകൾ എന്തേ നിങ്ങൾ നരകത്ത് പോകാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾ ഒഴുകുന്നവരോടൊപ്പം ഒഴുകി എന്നാണ്, പോകുന്നതിനോടൊപ്പം പോയി എന്നതാണ്. ആർക്കാണ് സ്വർഗം കിട്ടുക? എന്തൊക്കെ തിന്മകളും തെറ്റുകളും ഇച്ഛകളുമുണ്ടോ അതെല്ലാം ഉണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ സ്ഥാനത്തെ ഭയപ്പെട്ടുകൊണ്ട് ഞാനിത് ചെയ്താൽ എൻ്റെ ഉപ്പ കണ്ടില്ലെങ്കിലും ഉമ്മ കണ്ടില്ലെങ്കിലും നാട്ടുകാർ കണ്ടില്ലെങ്കിലും അധ്യാപകരറിഞ്ഞില്ലെങ്കിലും ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അള്ളാഹു ഉണ്ട് എന്ന ഒരു ഭയപ്പാടോടുകൂടി തിന്മയിൽ നിന്ന് തിരിച്ചു പോകുന്നവനാരോ അവനുള്ളതാകുന്നു സ്വർഗം എന്നാണ്. അപ്പോൾ ഒഴുകുന്നതിനോടൊപ്പം ഒഴുകിക്കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് നരകത്തിലേക്കായിരിക്കും. ഈ നാട്ടിൽ നടക്കുന്ന എല്ലാത്തിനോടൊപ്പവും സഞ്ചരിക്കുന്നവൻ്റെ പേരല്ല മുസ്ലിം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ക്യാമ്പിൽ വന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഈ ക്യാമ്പിൻ്റെ വിജയം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ഭക്ഷണം നന്നായോ എന്നതല്ല, ഇവിടെ ഒരുപാട് ആളുകൾ പങ്കെടുത്തോ എന്നതല്ല, ഇവിടെ ഒരുപാട് പണ്ഡിതന്മാർ പ്രസംഗിച്ചോ എന്നതല്ല, മറിച്ച് ഇവിടെ ഈ പങ്കെടുത്തിരിക്കുന്ന ഇത് കേട്ടിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് പരിവർത്തനം ഉണ്ടാക്കാൻ സാധിച്ചു. ഇവിടെ ഒരുപാട് ചോദ്യോത്തരങ്ങൾ വന്നു, ഒരുപാട് ക്ലാസ്സുകൾ വന്നു, ഇതെല്ലാം കേട്ടിട്ടും ഇന്നലെ വരെ എങ്ങനെയാണോ നമ്മൾ ജീവിച്ചത് അതുപോലെ തന്നെയാണ് നാളെ മുതലും പോകുന്നത് എങ്കിൽ ഞാൻ പറയുന്നു, ഈ ക്യാമ്പ് വിജയിച്ചിട്ടില്ല. ഇതിൻ്റെ ആൾബലമോ ഇതിൻ്റെ പ്രോഗ്രാമോ ഇതിൻ്റെ സംഘാടനമോ ഒന്നുമല്ല പ്രധാനം, മറിച്ച് ഇതിൽ വന്ന ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിൽ നാളെ മുതൽ ഒരു എന്ത് പരിവർത്തനം വരുത്താൻ സാധിച്ചു എന്നത് വെച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തേണ്ടത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങളിപ്പോൾ ഒന്ന് ആലോചിക്കുക, ഒന്ന് ചിന്തിക്കുക സുഹൃത്തുക്കളെ. ഇവിടെ നിന്ന് സംസാരിച്ചു പോയ കാര്യങ്ങൾ വിശ്വാസപരമായ കാര്യങ്ങളുണ്ട്, ആചാരപരമായ കാര്യങ്ങളുണ്ട്, സ്വഭാവ സംബന്ധമായ കാര്യങ്ങളുണ്ട്, നമ്മുടെ കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. ഇതിൽ ഈ കേട്ട കാര്യത്തിൽ ഇൻഷാ അല്ലാഹ് നാളെ മുതൽ ഞാൻ ആ കാര്യം അത്ര പഠിച്ചിരുന്നില്ല, ഇപ്പം എനിക്കതിനെക്കുറിച്ച് ധാരണ കിട്ടി, ഇനി ഞാനത് തെറ്റിക്കൂല എന്ന് വിശ്വാസരംഗത്ത് എവിടെയെങ്കിലും ശിർക്കിൻ്റെ ലാഞ്ചനകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട് എങ്കിൽ, അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇനി മുതൽ ആ വഴിക്ക് നമ്മളൊരു കാരണവശാലും പോകാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ ആചാരരംഗത്ത്, നമ്മുടെ അനുഷ്ഠാന രംഗത്ത് ഇന്ന് വരെ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ വേണ്ടത്ര കണിശതയില്ലാത്തവരായിരുന്നു നമ്മളെങ്കിൽ ഈ ക്യാമ്പിന് ശേഷം അതിലൊരു കണിശത വരുത്താൻ നമുക്ക് കഴിയണം. സുബൈക്ക് ബാങ്ക് വിളിച്ചാൽ നമ്മൾ പള്ളിയിലെത്തുന്നു എന്നതാണ് നമ്മുടെ ഒരു പ്രത്യേകതയായിട്ട് നമുക്കുണ്ടാകേണ്ടത്. സുബൈയുടെ മുമ്പായിട്ട് നേരത്തെ അവിടെ ഷബീബ് സലാഹി സൂചിപ്പിക്കുകയുണ്ടായി, അതിനു മുമ്പ് തന്നെ എഴുന്നേറ്റ് വളരെ ആവേശത്തോടുകൂടി ആ പ്രഭാതത്തിലേക്ക് കടക്കാൻ കഴിയുന്ന ഒരു വിശ്വാസിക്കാണ് ശക്തമായി മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ ക്യാമ്പിൽ വന്ന എല്ലാവരോടും പറയുന്ന ഒരു വസിയത്ത്, സുബൈ ജമാഅത്തിൻ്റെ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധയില്ലാത്ത ആരെങ്കിലും ഈ ക്യാമ്പിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നാളെ മുതൽ പള്ളിയിൽ ആ സുബൈക്ക് നമ്മൾ വന്നു തുടങ്ങണം. ഞാനിത് പറയുമ്പോൾ ഓർക്കുന്നത്, ഇടത്തനാട്ടുകര കുറച്ച് കാലം കൂടുതൽ ഖുതുബ പറഞ്ഞൊരു പള്ളിയുണ്ടായിരുന്നു. അപ്പോൾ ആ പള്ളിയിൽ ഖുതുബ നടന്നുകൊണ്ടിരുന്ന് ഒരു ദിവസം വെള്ളിയാഴ്ച കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരാൾ പറഞ്ഞു, സാധാരണ പള്ളിയിൽ വരുന്ന ഒരാളുണ്ട്, അയാൾ കുറച്ച് കാലമായിട്ട് പള്ളിയിൽ വരുന്നില്ല, അയാൾ അസുഖത്തിൽ കിടക്കുകയാണ്, നമുക്ക് അവിടെ നിന്ന് പോയി വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവിടെ അദ്ദേഹത്തെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് പോയി. അവിടെ ചെന്ന്
അദ്ദേഹത്തെ കണ്ടപ്പോൾ കണ്ട ഉടനെ അദ്ദേഹം കരയാൻ തുടങ്ങി. കണ്ണെന്ന് വെള്ളം ഇങ്ങനെ കുടുകുടുവനെ പൂരാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പിന്നെ രോഗത്തെ സംബന്ധിച്ചും കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്കിതൊന്നും ഒരു വിഷയമല്ല, രോഗമൊന്നുമല്ല പ്രശ്നം. എനിക്കിപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, പള്ളിത്തെ ബാങ്ക് ഇങ്ങോട്ട് കേൾക്കും, ഹയ്യാല സ്വലാത്ത് ഹയ്യാലൽ ഫലാഹ് എന്ന് കേൾക്കുമ്പോൾ എനിക്കൊരു നിലക്കും കൂടെ കിടക്കാൻ കഴിയണില്ല. പക്ഷേ എൻ്റെ ശരീരം കൊണ്ട് എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയണില്ല. ഞാനൊരു ദിവസം നമ്മുടെ പള്ളിയിൽ നിന്ന് ഹുത്തുബ കേട്ടപ്പോൾ ഈ സുബൈ ജമാഅത്തിൻ്റെ പ്രാധാന്യം കേട്ടൊരു ഹുത്തുബ ഉണ്ടായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ, ഞാൻ ഈ അസുഖം വരുന്നത് വരെ ശരഴിയായ ഒരു കാരണമില്ലാതെ ഞാൻ പോകാതിരുന്നിട്ടില്ല. പക്ഷെ ഇപ്പം എനിക്കതിന് കഴിയണില്ല. ഇല്ലല്ലോ, വിഷമം എനിക്ക് സഹിക്കാൻ കഴിയണില്ല എന്നുള്ളത്. സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് നടക്കാൻ കഴിയും, നാളെ നമുക്ക് നടക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഇന്ന് നമുക്ക് എഴുന്നേൽക്കാൻ കഴിയും, നാളെ നമുക്ക് ഇരിക്കുന്ന സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത് അത്രമേൽ ദയനീയമാണ്. നമ്മൾ അത്രമേൽ ലൈഫുകളാണ് എന്ന ബോധം നമുക്കുണ്ടാകണം. നമ്മളെല്ലാവരും അങ്ങനെയാണ്. നമുക്കിങ്ങനെ പോകുമ്പോൾ തോന്നും നമ്മളിങ്ങനെ പറക്കാണ്. നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ആകാശക്കോട്ടകൾ ഉണ്ടായിരിക്കും. എന്നാൽ അതെല്ലാം പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയുമോ എന്ന് നമുക്ക് ഒരാൾക്കും പറയാൻ കഴിയില്ല. സുഹൃത്ത്, ഏത് സമയത്താ പടച്ചോ ഈ പോണ പോക്കുന്നൊന്ന് നമ്മളെ ഇരുത്തെന്ന് പറയാൻ കഴിയില്ല. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പം ഇന്നലെ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് നമ്മളെ പിന്നെ ജാമിയ അൽ ഹിന്ദിൽ നമ്മളെ സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ബർമദീനി ഉണ്ടായിരുന്നു. രാവിലെ ഒരു 9 മണിക്ക് തുടങ്ങി ഏകദേശം ഒരു 4 മണിയായപ്പോൾ നമ്മളെ ആരിസ് മൗലവി യോഗത്തിലുണ്ട്, സജീവമായിട്ട് യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 4 മണിയായപ്പോൾ അദ്ദേഹം സാധാരണ യോഗത്തിൻ്റെ തീരാൻ സമയമായി കഴിഞ്ഞാൽ എനിക്ക് പോകണം, നമുക്ക് പോകണം, വേഗം നിർത്തല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ അങ്ങനെ ചോദിക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അദ്ദേഹത്തിന് പ്രയാസം, ശാരീരികമായ ബുദ്ധിമുട്ട് ഇങ്ങനെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് പുറത്ത് പോയിട്ട് വന്നിട്ട് പറഞ്ഞു, എനിക്ക് വേദന കൂടുന്നുണ്ട്, എനിക്ക് എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവിടുന്ന് ആ ഹോസ്പിറ്റലിൽ പോയതാണ്. അങ്ങനെ അൽമാസ് പോയി, പിന്നെ അവിടുന്ന് നേരെ കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്ന് അപ്പോൾ CT സ്കാനും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോഴാണ് നമ്മളെല്ലാവരും അറിഞ്ഞതുപോലെ ആ രക്തക്കുഴലിന് ഒരു വിള്ളൽ വന്നിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ശിഫ നൽകുമാറാകട്ടെ. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം സുഹൃത്തുക്കളെ. ഇപ്പോൾ അദ്ദേഹം ICUവിലാണ്. ഇപ്പോൾ ഡോക്ടർമാർ ഇന്നിപ്പോൾ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഡോക്ടർമാരുടെ, അതിലെന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ. അതിപ്പോൾ ഇൻഷാ അല്ലാഹ് ഇപ്പോൾ തീരുമാനമായിട്ടുണ്ടാവും. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് അള്ളാഹു ശിഫ നൽകി പൂർവോപരി സജീവമായി ഈ രംഗത്ത് നേരത്തെ പോലെ മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. അപ്പോൾ നമ്മളെ അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ഉള്ള ആയുസ് നമ്മൾ പരമാവധി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നമ്മൾ തയ്യാറാണ്. ഇപ്പോൾ ആരിസ് മൗലവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മളെ ഇരിക്കുന്ന പണ്ഡിതന്മാർ ഓരോരുത്തരുടെ അവസ്ഥയറിയാം. അപ്പോൾ പറപ്പൂർ മൗലവി നേരത്തെ ഇവിടുന്ന് പോയി, എപ്പോഴാണ് വീട്ടിൽ എത്തുന്നത്? എന്നും രാത്രി ഒരു 12 മണിക്കും 11 മണിക്കൊക്കെയാണ് വീട്ടിൽ എത്തുന്നത്. എവിടുന്ന്? ദീർഘമായി യാത്ര കഴിഞ്ഞ്, മീറ്റിങ്ങോ പ്രോഗ്രാമോ കഴിഞ്ഞ്, നമ്മുടെ പ്രായമുള്ള പണ്ഡിതന്മാരടക്കം. പക്ഷേ ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കുന്നൊരവസ്ഥ നമ്മളെ ഈ കൂട്ടായ്മയിൽ ആർക്കുമില്ല. ഇത് നമുക്കൊക്കെ ഒരു പാഠമാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് 100 കൂട്ടം ന്യായം പറഞ്ഞ് നിസ്കരിക്കാൻ നേരമില്ല, അവിടെ പോകാൻ നേരമില്ല, പള്ളിയിലെത്താൻ നേരമില്ല, ദീനിയായൊരു കാര്യത്തിന് നമ്മൾ വിളിച്ചാൽ അതിനെനിക്ക് ഒഴിവില്ല, അതിനിന്ന് വരാൻ കഴിയില്ല, ഇങ്ങനെ നമ്മൾ ഓരോന്ന് പറയും. എന്ന് അവസാനം നമ്മളൊന്ന് മുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോഴായിരിക്കും നമുക്ക് പടച്ചോനെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നല്ലോ, ഇപ്പം എനിക്കൊന്നും ചെയ്യാൻ കഴിയണില്ലല്ലോ, ഇപ്പം എനിക്കൊന്ന് സുജുദ് പോകാൻ കഴിയണില്ലല്ലോ, ഇപ്പം ഒന്ന് നിസ്കരിക്കാൻ കഴിയണില്ലല്ലോ, ഇപ്പം പള്ളി പോകാൻ കഴിയണില്ലല്ലോ എന്ന വിഷമം അപ്പം വരും. അപ്പോഴാണ് നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് ചെയ്യാൻ കഴിയാത്തതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഓർമ്മ വരിക. എന്നാൽ നമ്മളീ പണ്ഡിതന്മാർക്കൊക്കെ നമ്മളെ സജീവ പ്രവർത്തകർക്കൊക്കെ ഏത് സമയത്ത് എന്ത് വിഷമം വന്നാലും അതിൽ യാതൊരു മനസാക്ഷി പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഉള്ള ആയുസ് അള്ളാഹ്ക്ക് കൊടുത്തിട്ടുണ്ട്, ബാക്കി അലല്ലാ, അത്രയേ ഉള്ളൂ. നമുക്കൊരു സങ്കടം നമുക്ക് വരാൻ പാടില്ല. നമ്മൾ മരിക്കുകയാണെങ്കിലും നമ്മളെന്തെങ്കിലും അസുഖങ്ങളോ പ്രയാസങ്ങളോ വരികയാണെങ്കിലും പടച്ചവനെ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരവസ്ഥ നമുക്ക് വരരുത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ മണ്ഡലത്തിലെ ഇത്രയും സജീവരായ പ്രവർത്തകന്മാർ ഇവിടെ വന്ന് ഈ ക്യാമ്പ് കഴിഞ്ഞ് പോകുമ്പോൾ
നമുക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പുതിയ മാറ്റം നമുക്കുണ്ടാക്കാൻ കഴിയണം. ഖുർആൻ പാരായണം ചെയ്യാത്ത മനുഷ്യന്മാരുണ്ടെങ്കിൽ ഖുർആൻ പാരായണം ചെയ്ത് തുടങ്ങണം. ഒരു ദിവസം പോലും ഖുർആനൊരു പേജ് ഓതാത്തൊരു ദിവസം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ ജമാഅത്തിന് പ്രാധാന്യം കൊടുക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആ ജമാഅത്തിന് പ്രാധാന്യം കൊടുക്കണം. അതുപോലെ സക്കാത്ത് കൃത്യമായി അത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുന്ന ഒരു സ്വഭാവമില്ലെങ്കിൽ അത് കൊടുത്തു തുടങ്ങണം. ഹജ്ജ് ചെയ്യാനുള്ള എല്ലാ ഭൗതിക സൗകര്യങ്ങളും ആരോഗ്യവും ഉണ്ടായിട്ടും ഇനിയും അനാവശ്യ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് നീട്ടിക്കൊണ്ടു പോകുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ അത് അടുത്ത പ്രാവശ്യം തന്നെ അത് ചെയ്യാനുള്ള ഒരുക്കങ്ങൾ നമ്മൾ ചെയ്യണം. അതിനുള്ള അപേക്ഷകൾ നമ്മൾ കൊടുക്കണം. പേരക്കുട്ടിയുടെ കുട്ടിയുടെ കല്യാണം കഴിയട്ടെ, അവന് വീടുണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞ് കാത്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കത് ബാധ്യതപ്പെട്ടതാണെങ്കിൽ ആ ബാധ്യത നമ്മൾ വേഗം പൂർത്തീകരിക്കണം. അതുപോലെ തന്നെ ഇസ്ലാമികമായ ദഅ്വാ പ്രവർത്തനങ്ങൾ പലരും എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ നിസ്കാരം നോമ്പൊക്കെ ആയിട്ട് അങ്ങനെ പോയാൽ മതി, ഞാൻ വേറെ കാര്യത്തിനൊന്നും ഇല്ല എന്നുള്ളതാണ്. ചില സഹോദരിമാരൊക്കെ അത് തുറന്നു പറയാറുണ്ട്. എന്തെങ്കിലും വല്ല ക്ലാസ്സിനും കാര്യങ്ങളൊക്കെ വിളിച്ചാൽ, ഖുർആൻ ക്ലാസ്സിനൊക്കെ വിളിച്ചാൽ വരും. എന്നാൽ നമ്മളെ ഒരു പ്രവർത്തന കൺവെൻഷൻ ഉണ്ട്, ഒരു സംഘടന മീറ്റിംഗ് ഉണ്ട്, ക്യാമ്പ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അതിനൊന്നുമില്ല, അത്തരം കാര്യങ്ങൾക്കൊന്നും നിങ്ങൾ വിളിക്കേണ്ട കാര്യമില്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ വെറുതെ ആവശ്യമില്ലാത്തൊരു സംഗതിയാണ്. ഞാനും എൻ്റെ ഖുർആൻ ക്ലാസ്സും ഞാനും എൻ്റെ മുസാഫുമായിട്ട് ഞാൻ അങ്ങനെ കൂടുകയാണ്, വേറൊന്നും എന്നോട് പറയണ്ട എന്ന് പറയുന്ന അപൂർവം ചിലരെങ്കിലും ഉണ്ട്. അത് തിരുത്തണം സുഹൃത്തുക്കളെ. ഈ മണ്ഡലം കമ്മിറ്റിയുടെ ആളുകൾ അങ്ങനെ ഇരുന്നിരുന്നുവെങ്കിൽ ഇന്നിങ്ങനെ ഒരു ക്യാമ്പ് ഉണ്ടാവുമോ? ഒറ്റ ആലോചിച്ച് നോക്കി. ഇന്നിപ്പോൾ ഇവിടെ എത്ര വിവരം നമുക്ക് കിട്ടി. ഇവിടെയുള്ള മണ്ഡലം കമ്മിറ്റിൻ്റെ സെക്രട്ടറിയും പ്രസിഡൻറ്റും പറയണെന്ത്, നമ്മളങ്ങനെ പ്രവർത്തിക്കൊന്നും വേണ്ട, ക്യാമ്പൊന്നും സംഘടിപ്പിക്കണ്ട, സമ്മേളനമൊന്നും സംഘടിപ്പിക്കണ്ട, നമ്മൾ നിസ്കരിച്ച് നോലും പോറ്റി നമ്മളെ കബർക്ക് അങ്ങനെ പോയാൽ മതി എന്നാണ് തീരുമാനിച്ചിരുന്നതെങ്കിൽ ഇതുണ്ടാവുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഉണ്ടാവില്ലല്ലോ. അപ്പം നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ് നമ്മൾ മനസ്സിലാക്കിയ കാര്യം അത് എത്താത്ത മനുഷ്യന്മാർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. 4 കാര്യങ്ങൾ നിർബന്ധമാണെന്ന് പറയാലോ. വിശ്വാസം, അമലുസ്വാലിഹാത്ത്, ഈ ഹക്ക് മറ്റുള്ളവരോട് ഉപദേശിക്കുക, അതുപോലെ തന്നെ ക്ഷമ മറ്റുള്ളവരോട് ഉപദേശിക്കുക. വൽഅസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. ആർക്കതിൻ്റെ അർത്ഥം അറിയാത്തത്? 4 കാര്യങ്ങളില്ലാത്തവരൊക്കെ നഷ്ടത്തിലാണെന്നാണ്. ആ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ 4 വേണം. വിശ്വാസവും അമലുസ്വാലിഹാത്തും. അത് മാത്രം പോരാ, ഈ ഹക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം. ആ പറച്ചിലിൻ്റെ പേരാണ് നമ്മൾ ദഅവത്ത് എന്ന് പറയുന്നത്. അത് പ്രവാചകന്മാരാണ് പറഞ്ഞിരുന്നത്. ഇനി പ്രവാചകന്മാർ വരാനില്ല. അതുകൊണ്ട് തന്നെ ഇനി ഈ ഹക്ക് ആര് ഉൾക്കൊണ്ടുവോ അവരുടെ ബാധ്യതയാണ് ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അത് നമ്മൾ മരിക്കുന്നത് വരെ നമ്മുടെ സമയവും സമ്പത്തും ഊർജവും ആ മേഖലയിലായിരിക്കണം നമ്മൾ വിനിയോഗിക്കേണ്ടത്. എന്തൊരു സന്തോഷമായിരിക്കും നമ്മുടെ ജീവിതത്തിന് എന്നറിയും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമുക്ക് ഓരോരുത്തർക്കും മുതിർന്ന ആളുകൾ അതിൻ്റെ മുതിർന്ന സംവിധാനം നമുക്കുണ്ട്, യുവാക്കൾക്ക് അതിൻ്റെ സംവിധാനമുണ്ട്, വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ സംവിധാനമുണ്ട്, സ്ത്രീകൾക്കുണ്ട്, പെൺകുട്ടികൾക്കുണ്ട്. അവരൊക്കെ ആ മേഖലയിൽ അധ്വാനിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, പുതിയ തലമുറ നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളായി തന്നെ നമുക്ക് കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഞാൻ അതിന് അധിക അനുഭവങ്ങളോ ഉദാഹരണങ്ങളോ ഒന്നും പറയേണ്ടതില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവിക്കപ്പെടുന്ന സംഗതികളാണിത്. ആണും പെണ്ണും കണ്ടാൽ മനസ്സിലാവൂ. നമ്മുടെ കോളേജുകളിൽ അതേപോലെ തന്നെ ഒരു അങ്ങാടിയിൽ നമ്മൾ സ്കൂളോ കോളേജോ വിടുന്ന സമയത്ത് അവിടെ പോയി നിന്നാൽ ബൈക്കിലൊക്കെ 2-3 ആളാണ് പോകുന്നതാണ്. അതിൽ നടുവിലിരിക്കുന്നത് പെൺകുട്ടിയാവും, അപ്പുറത്തും ഇപ്പുറത്തിരിക്കുന്ന ആൺകുട്ടിയാവും. എല്ലാവരും പാൻറ്റും ജീൻസും അതേപോലെ തന്നെ ബനിയനിട്ടിട്ട് ആണ് പോണത്. പെൺകുട്ടികളൊക്കെ ഇപ്പോൾ മുടി വെട്ടി ചെറുതാക്കിയിട്ട് കെട്ടിവെക്കുക, ആണുങ്ങളൊക്കെ മുടി നീട്ടിക്കൊണ്ടിരിക്കുക. ഇതിലേതാ ആണ് ഏതാ പെണ്ണെന്ന് മനസ്സിലാകാത്തൊരവസ്ഥ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇത് മറ്റ് യൂറോപ്യൻ നാടുകളിലൊന്നുമല്ല, നമ്മുടെ നാടുകളിലാണ് കാണുന്നത്. മലപ്പുറം ജില്ലയിലെ ഒരു വീഡിയോ എപ്പോഴും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, സോഷ്യൽ മീഡിയയിലുണ്ട്. ഒരു ഹയർ സെക്കൻഡറി സ്ഥാപനം വിട്ട് കുട്ടികൾ റോട്ടിൽ ഇറങ്ങിയിട്ട് ഒരു 10-100 ചില്ലാനം പെൺകുട്ടികളുണ്ടാവും. യൂണിഫോം ഇട്ട പെൺകുട്ടികൾ നടു റോട്ടിൽ വെച്ച് ചേരി തിരിഞ്ഞ് തല്ലുകൂടുക. എന്താണ് അടിയെന്നറിയും. എന്നിട്ട് ആൺകുട്ടികൾ കുറച്ച് അപ്പുറത്ത് മാറി ഇരുന്നും കണ്ട് അതിൻ്റെ ഇങ്ങനെ ക്യാമറയിൽ അതിങ്ങനെ പകർത്തുക. എവിടെ നടക്കണം? യൂറോപ്പിലല്ല, കേരളത്തിൻ്റെ മറ്റേതെങ്കിലും ജില്ലകളിലല്ല, നമ്മുടെ മൂക്കിൻ്റെ മുമ്പിലാണ് ഇതൊക്കെ നടക്കുന്നത്. നമ്മുടെ പെൺകുട്ടികൾക്ക് എന്ത് സംഭവിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാനവിടെ പെൺകുട്ടികളെ മോശമാക്കാൻ വേണ്ടി പറയല്ല, പക്ഷെ നമ്മൾ അത് കാണാതെ പോകാൻ കഴിയില്ല എന്നുള്ളതാണ്.
ഇന്ന് വിദ്യാലയങ്ങളിൽ, സ്കൂളുകളിലൊക്കെ അധ്യാപകരായ നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, പണ്ട് കാലത്തൊക്കെ ആ പെൺകുട്ടികൾ വന്നിട്ട് കംപ്ലൈൻറ്റ് പറയുന്നു, സർ എന്നെ ആ ചെറുക്കൻ അങ്ങനെ ചെയ്തു, അവൻ എന്നെ നോക്കി, അവൻ എനിക്ക് കത്ത് തന്നു, ഇങ്ങനെയുള്ള പ്രശ്നമാണ് പറഞ്ഞിരുന്നത്. ഇന്ന് നേരെ തിരിച്ചാണ് വിഷയം. ഇന്ന് ആൺകുട്ടികൾ വന്ന് പൊട്ടിക്കരയാണ് നമ്മുടെ മുമ്പിൽ വന്നിട്ട്, സർ ഞാൻ ഇത് സഹിച്ചിട്ട് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. എന്താ നിവൃത്തികേട്? ഇന്ന ക്ലാസ്സിലെ ഇന്ന കുട്ടി എനിക്ക് കഴിഞ്ഞ ദിവസം ബസ്സിൽ നിന്ന് എനിക്കൊരു കത്ത് തന്നു, ഞാനത് വാങ്ങിയില്ല. പിന്നെ വീണ്ടും ക്ലാസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് മറ്റൊരു കുട്ടിയുടെ അടുത്ത് കൊടുത്തയച്ചു, അപ്പോഴും ഞാൻ തിരിച്ചു കൊടുത്തു. ഇന്ന് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ എന്നെ ആ ചുമരിൻ്റെ അടുത്ത് തടഞ്ഞു നിർത്തി എന്നോട് ആ കത്തെന്തുകൊണ്ട് വാങ്ങിയില്ല എന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ എൻ്റെ പിന്നാലെ നടക്കണം സർ, ഞാൻ എന്താ ചെയ്യാ? എന്ത് ചോദിക്കുന്നത് പെൺകുട്ടികളല്ല, ആൺകുട്ടികളാണ് ചോദിക്കുന്നത്. എവിടെ നിന്നാണ് ഈ പെൺകുട്ടികൾക്ക് ഈ മുള്ള് കിട്ടിയത്? അത് കിട്ടുന്നതല്ല. ഇവിടെ വളരെ ബോധപൂർവം നമ്മുടെ പെൺകുട്ടികളുടെ തലച്ചോറുകളിലേക്ക് അധാർമികമായ കാര്യങ്ങളെ ഈ ലിബറലിസത്തിന്റെ എല്ലാ അഴുക്കുചാലും തുറന്നു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ഏതിലൂടെയാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഒരു വിരുന്നുകാർ വീട്ടിലേക്കാണ് കയറി വന്നാൽ നമ്മളെ മൊബൈൽ ഫോൺ അവിടെ വെച്ചിട്ടുണ്ടാവും. ഇവരെ നമ്മൾ ആരും കാണാതെ എടുത്തുകൊണ്ട് പോകും. എന്നിട്ട് കുറച്ച് ഏതെങ്കിലും റൂമിലോ അല്ലെങ്കിൽ കുറച്ച് അപ്പുറത്തോ പോയിട്ട് എന്ത് ചെയ്യും? ഇതിൽ കാണും. അതിൽ ഒരു റീല് കണ്ടാൽ മതി. ആ റീലുകളൊക്കെ നേരത്തെ 1 മിനിറ്റ് ആയിരുന്നു, പിന്നെ അത് 1/2 മിനിറ്റായി, ഇപ്പം അത് 30 സെക്കൻഡായി, ഇപ്പം 20 സെക്കൻഡ് റീലുകളാണ്. അപ്പോൾ 20 സെക്കൻഡ് റീൽ ഒരു പെൺകുട്ടി കാണുകയാണെന്നാൽ ഒരു 5 മിനിറ്റ് സമയം കിട്ടി എത്ര റീല് കാണാൻ പറ്റും? ആ റീലുകൾ കാണുന്നതോടുകൂടി ഇവരുടെ സ്വഭാവം മാറണം. ഇപ്പം നമ്മൾ ഈ പ്രസംഗിക്കണത് വരെ ആ ഒരു മനോഭാവമുള്ള കുട്ടികൾ ഇപ്പം എന്താ പറയാറ്? അത് തന്തവൈബ് പറയാന്നാ പറയാം. തന്തവൈബ്, അത് പരിഹസിക്കുക, ഉപദേശങ്ങളെ പരിഹസിക്കുക. ഉപദേശങ്ങൾ എന്ന് പറയുന്നത്, തദ്കിറത്ത് എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ നേർവഴിയിൽ നടത്താനുള്ള ഏറ്റവും വലിയൊരു സുരക്ഷാ കവചമാണ്. ആ സുരക്ഷാ കവചത്തെ പരിഹസിച്ച് തള്ളിക്കളയുക. എന്നിട്ടോ വാപ്പയമ്മ എന്തെങ്കിലും ഒന്ന് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ തള്ളവൈബ് വരാൻ തുടങ്ങി, തന്തവൈബ് വരാൻ തുടങ്ങി. ഇങ്ങനെ പറയന്നെ. എടാ പറയുന്നത് കേൾക്കുന്ന ഒരു മാനസികാവസ്ഥ തന്നെയല്ല. ആരും ഒന്നും ഉപദേശിക്കാൻ പാടില്ല. ഇതിന് ഗവൺമെന്റ് സംവിധാനങ്ങൾ ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ഒരു സാഹചര്യം. പിന്നെ ഇവരാർക്കെ ഉപദേശിക്കാൻ പാടുള്ളൂ? ഉപ്പാക്ക് ഉപദേശിക്കാൻ പാടില്ല, ഉമ്മാക്ക് ഉപദേശിക്കാൻ പാടില്ല, അമ്മാവന്മാർക്ക് ഉപദേശിക്കാൻ പാടില്ല, രക്ഷിതാക്കൾ അധ്യാപകർക്ക് ഉപദേശിക്കാൻ പാടില്ല. ഇവർക്ക് സെലിബ്രിറ്റികൾക്ക് ഇവരെ ഉപദേശിക്കാം, സിനിമാ നടന്മാർക്ക് ഇവരെ ഉപദേശിക്കാം. അതുപോലെ തന്നെ ഇവിടെയുള്ള തൊപ്പി എന്ന് പറയുന്ന അങ്ങനെയുള്ള സിംബലുകൾക്ക് ഇവരെ ഉപദേശിക്കാം. അത്തരം യൂട്യൂബ് ചാനലുകളിൽ വരുന്ന ജീവിതത്തെക്കുറിച്ച് യാതൊരു കാഴ്ചപ്പാടുമില്ലാത്ത ആളുകൾക്കൊക്കെ ഇവരെ ഉപദേശിക്കാം. അവർക്ക് കാര്യങ്ങൾ, കണ്ടന്റുകൾ കൊടുക്കാം, അതൊക്കെ അവർക്ക് സ്വീകരിക്കാം. പക്ഷേ മതപരമായ ധാർമ്മികമായ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഉപദേശങ്ങളൊന്നും അവർക്ക് പാടില്ല. അത് ചെയ്യാനേ പാടില്ല. അത് ചെയ്താൽ എന്തോ ഒരു കുറ്റമാണെന്നുള്ളതാണ്. ഈ രീതിയിലേക്ക് മനസ്സിനെ പരിവർത്തിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ എല്ലാ വിങ്ങുകളും വകുപ്പുകളും ചലിച്ചേ പറ്റൂ. അതുകൊണ്ട് പെൺകുട്ടികൾ, ക്രിസ്ത്യൻ ഗേൾസ് എന്ന് പറയുന്ന ആ കുട്ടികൾക്ക് ഈ കാലഘട്ടത്തിൽ വലിയ ഉത്തരവാദിത്തമാണുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റുഡൻസിന് വലിയ ഉത്തരവാദിത്തമാണുള്ളത്. അതുകൊണ്ടാണ് കോഴിക്കോട് കടപ്പുറത്തിന് ശേഷം, മലപ്പുറത്ത് നമ്മുടെ യുവജന സമ്മേളനത്തിന് ശേഷം ഇൻഷാ അല്ലാഹ് മെയ് 11-ാം തീയതി ഇനി പെരിന്തൽമണ്ണയുടെ പട്ടണത്തിൽ വരാനിരിക്കുന്ന വിദ്യാർത്ഥി സമ്മേളനം നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. ആ വിദ്യാർത്ഥി സമ്മേളനം ഒരു സമ്മേളനത്തിന് വേണ്ടിയുള്ള സമ്മേളനമല്ല, മറിച്ച് നമുക്ക് ആ പ്രായത്തിലുള്ള കുട്ടികൾ ആർക്കൊക്കെയുണ്ടോ, ആണും പെണ്ണുമായിട്ട് ആരൊക്കെ ഉണ്ടോ, അവർ മുഴുവൻ അവിടെ എത്തിച്ചേരണം. ഇന്നത്തെ ഈ AR നഗറിൽ നടന്ന ഈ മണ്ഡലം, ഈ പഠന ക്യാമ്പിൽ നിന്ന് എടുക്കേണ്ട ഒരു തീരുമാനം ഈ 2-3-4 മാസങ്ങൾ, 4-5 മാസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ മാസങ്ങളോടുകൂടി ഇതിൻ്റെ ചുറ്റളവിലുള്ള ഈ പ്രായത്തിലുള്ള മുഴുവൻ കുട്ടികളുടെ വീടുകളിലും നമ്മൾ കയറി ഇറങ്ങി അവരെ അത്തരം ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കേരളം മുഴുവൻ ഇളക്കി മറിച്ച് കൊണ്ടുവരണം. എന്നിട്ട് നമുക്കൊരു കാര്യം ഇവിടെ തെളിയിക്കാനുണ്ട്. എന്താണത്? ഇവിടെയുള്ള പുതിയ തലമുറ എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന അധാർമികതയുടെ പിന്നാലെ കുത്തിയൊലിച്ചു പോകുന്നവരല്ല. ധർമ്മത്തിന്റെ ഓരം പറ്റി നിൽക്കുന്ന ഒരു വലിയ സമൂഹം, ഒരു വലിയ പരിച്ഛേദം ഇവിടെയുണ്ട് എന്ന ആത്മവിശ്വാസം ഇവിടെ ഈ നമുക്ക് ഉയർത്തി കാണിക്കേണ്ടതുണ്ട്. ഇന്ന് എല്ലാവർക്കും എന്താ വെച്ചാൽ എല്ലാവരും അങ്ങനെ പറയാം അല്ലേ? ഇപ്പം നിങ്ങൾക്ക് ഇവിടെ എഴുതി കിട്ടിയ ഒരു ചോദ്യം ഉണ്ട്. അതിനുള്ള എന്താ വെച്ചാൽ, നമ്മൾ ഈ നന്മയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ കുട്ടികളോടൊക്കെ പറഞ്ഞാൽ കുട്ടികളോ ആൾക്കൊക്കെ പറയണത് എന്താ വെച്ചാൽ, എൻ്റെ ക്ലാസ്സിലുള്ളവരൊക്കെ അങ്ങനെയാണ്,
ഞങ്ങൾ പിന്നെ ബെഞ്ചുമുള്ളവരൊക്കെ ഈ ഡ്രസ്സാണ് ഇടുന്നത്, എല്ലാവരും അങ്ങനെയാണ്, പിന്നെ ഞാൻ മാത്രമുള്ള ഉമ്മ എന്താ കാട്ടുക? ആ ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്നറിയോ? നമുക്ക് ആ ഡ്രസ്സ് വേണോ സ്വർഗം വേണോ? ആ ഡ്രസ്സ് വേണോ നരകം വേണോ? ഈ ചോദ്യത്തിലേക്കാണ് നമ്മൾ തിരിച്ചു വരേണ്ടത്. എല്ലാവരും ചെയ്യുന്നതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ ഒഴുകാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് എങ്കിൽ, അതാണ് നമ്മുടെ സിമ്പൽ എങ്കിൽ, നമുക്ക് സ്വർഗം ഒരു കാരണവശാലും ലഭിക്കില്ല സഹോദരങ്ങളെ. സ്വർഗം ലഭിക്കണമെങ്കിൽ ഇസ്ലാം വെച്ചിരിക്കുന്ന നിയമങ്ങൾക്കും നിബന്ധനകൾക്കും ഉള്ളിൽ നമ്മൾ നിൽക്കണം. നിൽക്കുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ പരീക്ഷണം. എന്താ പരീക്ഷണം എന്ന് പറഞ്ഞാൽ? പരീക്ഷണം എന്ന് പറഞ്ഞാൽ രോഗവും അസുഖവും ബുദ്ധിമുട്ടും മാത്രമൊന്നുമല്ല. നന്മയും തിന്മയും സത്യവും അസത്യവും ധർമ്മവും അധർമ്മവും കൂടിക്കലരുമ്പോൾ ആ ധർമ്മം ഏതാണ് സത്യമേതാണ് എന്ന് മനസ്സിലാക്കി അവിടെ ഉറച്ചു നിന്നുകൊണ്ട് ആരൊക്കെ എനിക്ക് എതിര് നിന്നാലും, ഈ ലോകം മുഴുവൻ എതിര് നിന്നാലും, ബദഅൽ ഇസ്ലാമു ഗരീബ വസയഊദു കമാ ബദഅ ഫതൂബാ ലിൽ ഉറബാ. അതെ, ഇസ്ലാം അപരിചിതമായിട്ടാണ് കടന്നു വന്നത്, അത് അപരിചിതാവസ്ഥയിലേക്ക് തന്നെ മടങ്ങും. അന്ന് ആ അപരിചിതർക്കാകുന്നു മംഗളം എന്നാണ്. അതെ, ആ അപരിചിതർക്കാകുന്നു മംഗളം. അതായത് ഇസ്ലാമികമായി ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഒരു പുതിയ ആളാണ്, ഈ എന്തൊരു മോലേരാണ്, ഈ ഒരു മോലേരിച്ചിയാണ്, ഈ എന്താ മാത്രം ഇങ്ങനെ, നിന്റെ വസ്ത്രം എന്താ മാത്രം ഇങ്ങനെ, നിനക്ക് മാത്രം എന്താ താടി, നീ മാത്രം എന്താ നിസ്കരിക്കണത്, നീ മാത്രം എന്താ മഫ്തറിനത്? ഈ ചോദ്യം നമ്മളോട് ചോദിക്കുമ്പോൾ ഞാൻ മാത്രമാണെങ്കിലും ഞാനത് ചെയ്യും. അതാണ് എൻ്റെ വിശ്വാസം. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ് എന്ന് ആ മുഴുവൻ ആരോപണത്തിന്റെയും പുരപ്പുറത്ത് കയറി വിളിച്ചു പറയാൻ ആത്മാഭിമാനമുള്ളവരുടെ പേരാണ് മുസ്ലിം എന്ന് പറയുന്നത്. അവർക്കുള്ള ഒരുക്കി വച്ചിരിക്കുന്നതാണ് സ്വർഗം എന്ന് പറയുന്നത്. അതല്ലാതെ എന്താണ് ജീവിതം എന്നറിയാതെ യൂട്യൂബിൽ കാണുന്ന എല്ലാ അഴുക്കുചാലിലുടെയും മുങ്ങിപ്പൊങ്ങിക്കൊണ്ടിരിക്കുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിന്റെ പിന്നാലെ പോകുന്നവർക്ക് ലഭിക്കാനുള്ളതല്ല സ്വർഗമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇന്ന് നിങ്ങൾ ഇവിടെ ചേർന്ന ഈ മണ്ഡലം പഠന ക്യാമ്പിൽ നിന്ന് കിട്ടിയ ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പല ആളുകളും ധാരണ എന്താ വെച്ചാൽ അതൊക്കെ ഒരു പുരോഗമനാണ് എന്നാണ്. ഈ പ്രസംഗിക്കുന്നവർക്ക് ഈ പുരോഗമനം ഒന്നും അറിയില്ല. ഇപ്പോഴത്തെ കാലം എങ്ങനെയാണ്, ഈ കാലം എങ്ങനെയാണ് ഒക്കെ പണ്ട് ഇപ്പോൾ ഉമ്മമാരടക്കം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ത് അരുതായ്മകൾക്ക് നിന്ന് കൊടുക്കാൻ പറയുന്ന ന്യായം എന്താ അറിയോ? നോക്കട്ടോ, നമ്മളെ കാലം നല്ലപ്പോ നമ്മളൊക്കെ പഠിച്ചിരുന്ന് നമ്മളിന്ന് ചെറുപ്പകാലത്തൊന്നും അല്ല, ഇപ്പം ഇങ്ങനെ എത്രേ അല്ലേ? വിവാഹത്തിന്റെ സദസ്സുകളിലേക്കോ പോകാൻ പേടിയാണ്. ഇപ്പോൾ സദസ്സ് പോയി ഇരുന്നാൽ എന്താ സംഭവിക്കുക എന്ന് പറയുന്നത്? പെട്ടെന്ന് കരണ്ട് പോവുക, ഇരുട്ടാകുക, പിന്നെ വേറെ ലൈറ്റ് വരിക, പെട്ടെന്ന് വെടി പൊട്ടുക, ആകെ പേടിയാണ്. എന്താ സംഭവിക്കുക എന്നറിയില്ല. എന്നിട്ട് ഇതൊക്കെ ചോദിച്ചാൽ എന്താ ഇപ്പം ഇങ്ങനെ എത്രേ? ഇതാ ഉത്തരം. ഇപ്പം എങ്ങനെയാണ്, ഇതാണ് ഫാഷൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എവിടേക്കത് പോണത്? അപ്പൊ ഇതൊക്കെ പുരോഗമനമാണ് എന്നുള്ളത്. അതാണ് ഇപ്പം ആണും പെണ്ണും കെട്ട വേഷം ധരിക്കുന്നതും എല്ലാം. നമ്മളൊന്ന് ഓർത്തു വെച്ചോളി, ഈ പുരോഗമനം കൊണ്ട് നടന്ന രാജ്യങ്ങളൊക്കെ തിരിഞ്ഞു നടക്കുകയാണ്. ഇപ്പം ഇന്നലത്തെ വാർത്ത എന്താ? അമേരിക്കയിൽ ട്രംപാണല്ലോ ഇപ്പോൾ വന്നത്. ഡൊണാൾഡ് ട്രംപാണ് ജയിച്ചത്. ആ ഡൊണാൾഡ് ട്രംപ് ജയിച്ചിട്ട് ജനുവരിയിൽ അദ്ദേഹം അധികാരമേൽക്കാൻ പോവുകയാണ്. അധികാരമേൽക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങളിൽ പ്രധാനപ്പെട്ട പ്രഖ്യാപനം എന്താ അറിയോ? ഇനി അമേരിക്കയിൽ ആണ് പെണ്ണ് എന്നുള്ള വർഗ്ഗമുള്ളൂ, അതിന്റെ വേറെ പുറത്തേക്ക് വർഗ്ഗമല്ല. ഇത് നമ്മൾ പറഞ്ഞാല് 6-ാം നൂറ്റാണ്ടെന്ന് ബസ് കിട്ടാത്തവന്റെ വിടുവായുധമായി പറയും. അമേരിക്കയുടെ പ്രസിഡന്റ് നെറുകയിൽ കയറി നിന്ന് ആണും പെണ്ണുമേ ഉള്ളൂ, ഇനി ഇങ്ങനെയുള്ള രണ്ടിലും കെട്ട രീതി പറ്റില്ല, അതിവിടെ അനുവദിക്കില്ല, ആ ഭ്രാന്ത് അനുവദിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അത് പറഞ്ഞാൽ പുരോഗമനം. അവരെന്ത് പറഞ്ഞാൽ, അവരൊരു കാലത്ത് പറഞ്ഞു ഈ ജെൻഡർ പൊളിറ്റിക്സിന് വേണ്ടി അവരെല്ലാവരും വാദിച്ചു. അപ്പൊ അതിന് പുരോഗമനം എന്ന് പേരിട്ടു. അതിന്റെ കെടുതികൾ അനുഭവിച്ച് പ്രയാസപ്പെട്ടപ്പോ അവരതൊക്കെ തിരുത്താൻ തുടങ്ങുകയാണ്. അപ്പൊ നമ്മളെ നാട്ടിലെ പാഠപുസ്തകത്തിൽ ഇപ്പൊ പ്രിന്റ് ചെയ്ത് മഷി ഉണങ്ങിയിട്ടില്ല, കുട്ടികൾ അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജെൻഡർ എന്ന് പറയുന്നത് അത് പിന്നെ ജന്മന ഉണ്ടാകുന്നതല്ല, ബൈ ബർത്തിൽ ഉണ്ടാകുന്നതല്ല, അത് സാമൂഹിക നിർമ്മിതിയാണ്. എന്താ പറഞ്ഞതിനർത്ഥ? വാക്ക് കേട്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ലേബർ റൂമിലേക്ക് നമ്മുടെ ഭാര്യ പ്രസവിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ആക്കിയിട്ട് കുറച്ച് കഴിഞ്ഞ് കുട്ടിയുടെ കരച്ചിൽ കേൾക്കും, നേഴ്സ് കുട്ടിനെയും കൊണ്ട് വരും. അപ്പൊ നമ്മൾ ആദ്യം ചോദിക്കുക എന്താ അല്ലേ, കുട്ടി എന്ത് കുട്ടിയാന്ന് ചോദിക്കുക. അപ്പൊ ഇനി മുതലുള്ള നയം എന്താ അറിയോ? അത് ആണാണ് പെണ്ണാണെന്ന് പറയാൻ പാടില്ല, അത് വിധിക്കാൻ പാടില്ല. അത് കാരണം എന്താ? ആ കുട്ടി വളർന്ന് വലുതായി വന്നിട്ട് ആ കുട്ടി തീരുമാനിച്ചോട്ടെ ആണാണോ പെണ്ണാണോ. ഇതാണ് എന്ത് പറയാ, ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ്.
സമൂഹം അവർക്ക് എന്താണോ കൽപ്പിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ അയാൾ എന്താണോ അയാളുടെ ജെൻഡറായി തീരുമാനിക്കുന്നത്, അത് എല്ലാവരും അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്. എന്നിട്ട് ഒരു 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലൊക്കെ എത്തിയിട്ട് ആ കുട്ടി വന്ന് പറയണത് പെൺകുട്ടിയാണ് സംഗതി, പക്ഷെ അവൾ വന്ന് പറയണത് ഞാൻ ഇന്ന് മുതൽ ആണായി ജീവിക്കാനാണ് തീരുമാനിക്കണത് എന്ന് പറഞ്ഞാൽ എല്ലാവരും കൈ കൊട്ടി പാസ്സാക്കുക, കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുക്കുക, ആഘോഷിക്കുക, എന്നിട്ട് പിരിച്ചുവിടുക. അതാ പരിപാടി. ഇതിന്ന് മടങ്ങുകയാണ് എല്ലാ ലോകവും. അപ്പം നമ്മളെ പാഠപുസ്തകത്തിൻ്റെ നയം ഇതാണ്. നമ്മളെ കേരളത്തിൻ്റെ അവസ്ഥയുടെ വലിയ പ്രബുദ്ധതയുള്ള നാടുമാണ് നമ്മളെ നാട്. എല്ലാതും അങ്ങനെ തന്നെയാണ്. മയക്കുമരുന്ന് കാർട്ടലുകളെ വിദേശ തീവ്രവാദി സംഘടനകളായി പ്രഖ്യാപിക്കുമെന്നാണ് ട്രംപ് വേറൊന്ന് പറഞ്ഞത്. എല്ലാ അധാർമികതയുടെയും ഫാദർലെസ് നാഷൻ എന്നാണ് അമേരിക്കക്ക് പേരെന്നിടാറുള്ളത്. ആ അധാർമികതക്ക് തീ കൊടുത്ത ഒരു നാടാണത്. അവിടെ ആദ്യമൊക്കെ സംഭവിച്ചത് എന്താ അറിയോ? 18 വയസ്സായി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾ പോവുകയായിരുന്നു വീട്ടിൽ നിന്ന്. എനിക്ക് 18 വയസ്സായി, ഞാൻ വീട്ടിൽ നിൽക്കില്ല, ഞാൻ വാപ്പാൻ്റെ കീഴിൽ, എനിക്ക് രക്ഷിതാവിൻ്റെ കീഴിലൊന്നും നിൽക്കേണ്ട കാര്യമില്ല, 18 വയസ്സായി എന്ന് പറഞ്ഞ് പോവുകയായിരുന്നു. ഇപ്പം എന്താ സംഭവിക്കണത് അറിയോ? 18 വയസ്സായ ആകാൻ കാത്തുക്കുകയാണ് രക്ഷിതാക്കൾ പിന്നെ പറഞ്ഞേക്കാൻ. ഉത്തരവാദിത്തം ഏറ്റെടുക്കാനാവില്ല. ഇപ്പം ആർക്കും ഉത്തരവാദിത്തമില്ല. ഈ കുടുംബം എന്നുള്ള സംവിധാനം തകർന്നിട്ട് ആളുകൾ തെരുവുകളിലൊക്കെ കള്ള് കുടിച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ച് ആരും നോക്കാനില്ലാതെ എന്തൊക്കെയോ ആയിപ്പോയിട്ടുണ്ട് അവർ. ഇന്നവർ കുടുംബ സംവിധാനത്തിന് വേണ്ടി ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്നിട്ട് ഈ കുടുംബ സംവിധാനമുള്ള ഈ നാട്, നമ്മുടെ ഇന്ത്യയെ പോലെയുള്ള നാട്, നമ്മുടെ കേരളത്തെ പോലെയുള്ള നാട്, ഈ കുടുംബത്തിന്റെ അലകും പിടിയും തട്ടും തറയും തരിച്ചു തരിപ്പണമാക്കി ആ യൂറോപ്യന്മാര് കടിച്ചു ചുപ്പിയ ചവറ് വീണ്ടും വായിലേക്കിട്ട് ഛർദ്ദിക്കുന്ന സ്വഭാവമാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പിന്നാലെ പോകേണ്ടവരാണ് മുസ്ലിം ഉമ്മത്ത്. നമുക്ക് എത്രമേൽ ആത്മാഭിമാനമുള്ള ഈ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ഉജ്ജ്വലമായ പ്രകാശം നമ്മുടെ കയ്യിലുണ്ട്. എന്നിട്ട് ആരുടെയും തലയിൽ ഉദിച്ച ഇത്തരം അഴുക്ക് ചാലുകളിലേക്ക് ഊളിയിടേണ്ടവരാണോ നമ്മൾ? അതുകൊണ്ട് ഈ മണ്ഡല സമ്മേളനത്തിൽ വന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുട്ടികൾ ആ ലിബറലിസത്തിന്റെ പിടിയിൽ ഒരു കാരണവശാലും പെടാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പം എന്ത് പറഞ്ഞാലും ടൂറ് പോകണം, ഇപ്പൊ ടൂറ് പോകണം, ആ ടൂറിന് പോകണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീടിന്റെ മുകളിൽ കയറിയിട്ട് ചാടും. ആ ഭീഷണി എത്ര പെട്ടെന്ന് ആ ഭീഷണി എന്നറിയും. ഞാൻ ആ പ്രായത്തിലുള്ള അങ്ങനെ നിസ്സാര കാര്യത്തിന് ആത്മഹത്യാ ഭീഷണിയുമായി രക്ഷിതാക്കളെ മുൻമുലയിൽ നിർത്തുന്ന കുട്ടികളുടെ ഒരു വാക്ക് ഞാൻ പറയാം. നിങ്ങളെന്താ വിചാരിച്ചത്? ചില ആൾക്കാരെ ധാരണ എന്താ വെച്ചാൽ ഞാനാണ് മരിക്കും, ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് ചാടി മരിക്കും എന്ന് പറഞ്ഞാൽ അതോടുകൂടി ലോകം അവസാനിക്കും, പിന്നെ ഇവിടെ ആകെ എല്ലാവർക്കും ഒരു പ്രശ്നമായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെയൊന്നുമില്ല. അന്നത്തെ മനോരമ പത്രം എടുത്ത് നോക്കി, നിങ്ങൾ മാതൃഭൂമി പത്രം എടുത്ത് നോക്കി, ചരമം എന്ന് പറഞ്ഞിട്ടൊരു കോളം ഉണ്ടാവും അതിൽ. എത്ര മനുഷ്യന്മാർ മരിച്ചിട്ടുണ്ട്, എത്ര മനുഷ്യന്മാർ ബൈക്ക് ആക്സിഡൻറ്റ് മരിച്ചു, എത്ര ആൾക്കാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഓരോ വീട്ടിലെ ആൾക്കാരാണ്, ഓരോ ഓഫീസിലെ ആൾക്കാരാണ്, ഓരോ സ്ഥാപനത്തിലെ ആൾക്കാരാണ്. അവർ മരിച്ചു എന്നുള്ളത് കൊണ്ട് ആ വീടും ആ ഓഫീസും ആ സ്ഥാപനം അനാഥമായിട്ടുണ്ടോ? അതൊക്കെ വേറെ ആൾക്കാരെ വെച്ച് മുന്നോട്ട് പോകും. ഒരു 3 ദിവസം കൊണ്ട് അന്നത്തെ ദിവസം തിരിഞ്ഞു പോകുന്നത് 2 ദിവസം കഴിയുമ്പോഴേക്കിന് നാട്ടുകാരൊക്കെ മറക്കും. അത് 1 മാസം കഴിയുമ്പോഴേക്ക് എന്ത് ചെയ്യും? അത് വീട്ടുകാരും മറക്കും. കുറച്ച് 2-3-4 മാസം കഴിയുമ്പോൾ സ്വന്തം വാപ്പയും ഉമ്മയൊക്കെ മറക്കും. പിന്നെ ആരെങ്കിലും കണക്കെടുക്കാൻ വരുന്ന സമയത്ത് സെൻസസിന് വരുമ്പോൾ നിങ്ങൾക്ക് എത്ര മക്കളെ വെച്ചാൽ എനിക്ക് 4 ഉണ്ടായിരുന്നു, 1 മരിച്ചു പറയും. അത് പറയുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ. നിങ്ങളാരും വിചാരിക്കേണ്ട അതോടുകൂടിയാണ് സംഭവിക്കുന്നുള്ളത്. അങ്ങനെ ആരും പേടിപ്പിച്ചിങ്ങാണ്ട് ആരും അത് അവർക്ക് പോയി, ഇത്രയേ ഉള്ളൂ. മുസ്ലിമീങ്ങളാണെങ്കിൽ ഓർത്ത് വെച്ചോളിയും, മരിച്ച അങ്ങനെ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ഖബറിലും അതുപോലെ തന്നെ നാളെ പരലോകത്തും അവർക്ക് കഠിനമായ ശിക്ഷ. വിഷം കഴിച്ചാണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ അയാൾ നാളെ നരകത്തിൽ ഇങ്ങനെ വിഷം കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വയറിന് കുത്തിക്കൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ അയാൾ നരകത്തിൽ ഇത് കുത്തിക്കൊണ്ടേയിരിക്കുമെന്നാണ്. ഒരു മുകളിൽ നിന്ന് ചാടിയിട്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്, ചാടിക്കൊണ്ടിരിക്കുമെന്നതാണ്. അതുകൊണ്ട് ഈ ആത്മഹത്യ എന്ന് പറയുന്നത് ഫൈനൽ എക്സിറ്റ് അല്ല, അത് എല്ലാ ദുരന്തങ്ങളിലേക്കുമുള്ള ഫസ്റ്റ് എൻട്രൻസ് ആണ്. ഞാൻ അവസാനിപ്പിക്കുക. ഈ കാര്യം എല്ലാവരും ഓർക്കുക. അതുകൊണ്ട് ആരും ആ ഭീഷണി എന്നും പറഞ്ഞു കണ്ട് എന്ത് ചെയ്യണ്ട. അവനാനാണ് നഷ്ടം, വേറെ നാട്ടുകാർക്കല്ല. അത് അവനവന് ഈ ലോകം ഉണ്ടാവില്ല, പരലോകം ഉണ്ടാവില്ല. അപ്പോൾ എന്തിനും അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മുൾമുനയിൽ നിർത്തി പോകുന്ന ഒരു സ്വഭാവം ഒരു നിലക്കും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ല. അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇവിടെ നേരത്തെ മാലിസലഫി പറഞ്ഞു നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു എന്നുള്ളത്. ഇങ്ങനൊരു ക്യാമ്പും പരിപാടിയും കിട്ടാൻ കാത്തുക്കണ്ട ചോദ്യം ചോദിക്കാൻ. നമ്മൾ അല്ലിജാബയുടെ കഴിഞ്ഞ എപ്പിസോഡുകൾ നിങ്ങൾ ഒരു കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് ഓണാക്കിയിട്ടാൽ മതി, എത്ര ക്വസ്റ്റ്യൻസും ആൻസറും കേൾക്കാൻ പറ്റുന്നത്. പിന്നെ ഒരു കാര്യം നമ്മൾ തിരുത്തേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, വെറും കേൾവി മാത്രമല്ല, വായിക്കുന്ന സ്വഭാവം നമ്മുടെ കുടുംബത്തിൽ നമ്മൾ കൊണ്ടുവരണം.
വായിച്ചാലേ ഒരു കാര്യം ശരിക്കും മനസ്സിൽ ഒതുങ്ങി പഠിച്ചു പോകാൻ കഴിയൂ. അതൊന്ന് നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളെ മാത്രമല്ല, മൊത്തത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പാടില്ല. ഈ മണ്ഡലം ക്യാമ്പിൽ വന്ന ഒരു കുട്ടി പോലും നമ്മുടെ വീട്ടിൽ നമ്മുടെ നേർപ്പദത്തിൻ്റെ ഒരു കോപ്പി ഇല്ലാത്ത ഒരാളുണ്ടാകാൻ പാടില്ല. അത് സഹോദരിമാരൊക്കെ ഇപ്പോൾ ക്വിസ് മത്സരം പ്രഖ്യാപിച്ച് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നത് വെച്ചാൽ എവിടെ വായിക്കാൻ ആളില്ല എന്ന്. വായിക്കാൻ ആളില്ല എന്ന് ആരാണോ പറയുന്നത് അയാളാണ് ഒന്നാമതായി വായിക്കേണ്ട ആൾ. അതതിനുള്ള മറുപടി. അതുപോലെ തന്നെ സമയമില്ല എന്ന് പറയുന്നതും ഒട്ടും ശരിയല്ല. എത്രയോ യൂട്യൂബിൽ ആവശ്യമില്ലാത്തത് കാണാൻ സമയം ചെലവഴിക്കുന്നവരാണ് ആഴ്ചയിൽ ഒരു 1.5 മണിക്കൂർ ഇത് വായിക്കാൻ സമയമില്ല എന്ന് പറയുന്നത്. സഹോദരങ്ങൾ, അതൊക്കെ പൈശാചികമായ ദുർന്യായങ്ങളാണ്. ആ ദുർന്യായങ്ങൾ മാറ്റിവെച്ച് നമ്മൾ അത്തരം ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങൾ നമ്മളെ വീട്ടിൽ വരുത്തി അത് വായിച്ച് മുന്നോട്ട് പോകണം. എന്നാലേ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നതിനെ സംബന്ധിച്ച് കൃത്യമായൊരു ധാരണ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ആ വായനയിൽ നമ്മൾ ഒരിക്കലും പിറകോട്ട് നിൽക്കരുത് എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരുമിച്ച് കൂടൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സൽഫലം ഉണ്ടാക്കുന്നൊരവസ്ഥയിലേക്ക് വരണം. അതിന് അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ഒരു കൂട്ടായ്മ ഇന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വളരെ സജീവമായി അതിൻ്റെ എല്ലാ വിങ്ങുകളും പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണ്. അതിനോടൊപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഈ മണ്ഡലത്തിൽ ഈ ഒരു ക്യാമ്പിൻ്റെ ഒരു പ്രതികരണം നമ്മുടെ സംഘടനാ പ്രവർത്തന രംഗത്ത് കൂടി കാണണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ആരിസ് മൗലവിയുടെ വിഷയത്തിൽ സജീവമായി നിങ്ങളെല്ലാവരും മനസ്സ് തട്ടി തന്നെ പ്രാർത്ഥിക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റേജ് ഇപ്പം സ്റ്റേബിളാണ്, പക്ഷേ പ്രയാസമുണ്ടാകാൻ സാധ്യതയുണ്ട് ഉള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് നമ്മളെ പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. ഇന്നലെ പുലർച്ചെ 4 മണിക്കൊരു പ്രയാസം ഉണ്ടായി, പക്ഷേ നമ്മളെല്ലാവരും പ്രാർത്ഥന കൊണ്ട് അത് തരണം ചെയ്ത് ഇപ്പോൾ നല്ലൊരു സ്റ്റേബിളായ അവസ്ഥയാണ്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഇന്ന് രാത്രിയും അതുപോലെ തന്നെ ഉത്തരം കിട്ടുന്ന സമയത്തൊക്കെ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ശമനം നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന നമുക്ക് എല്ലാവർക്കും ആ കാര്യത്തിൽ ക്ഷമിക്കാനും സഹിക്കാനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നേരത്തെ പോലെ നമ്മോടൊപ്പം പ്രവർത്തിക്കാനുള്ള തൗഫീക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. ആമീൻ യാ അർഹമർ റഹീം.